അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനമായ കാര്യം, prayer is very important. നമുക്ക് വളരെ ജ്ഞാനികളാകാനായിട്ട് കഴിയും, അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ്. എന്നാൽ സ്പിരിച്വൽ ഗൈഡൻസ് നമുക്ക് വേണമെങ്കിൽ ദൈവവുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വെളിപ്പാടുകൾ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഗൈഡൻസ് കിട്ടുകയില്ല. അല്ലാത്തവർക്ക് ഗൈഡൻസ് കിട്ടും. ഈ ലോകത്തിൻ്റെ പ്രഭു അവനെ അഭിഷേകം ചെയ്യും, ഈ ലോകത്തിൻ്റെ ദേശാധിപതി അവനെ അഭിഷേകം ചെയ്ത് അവനെ വിടും, അവൻ പല ഗൈഡൻസും നടത്തുകയും ചെയ്യും. എന്നാൽ ദൈവാത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഗൈഡൻസ് എപ്പോഴും ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി, പിതാവായ ഈ ദൈവത്തിൻ്റെ യുഗം, പുത്രൻ്റെ യുഗം, പരിശുദ്ധാത്മാവിൻ്റെ യുഗം. ഇപ്പോൾ നമുക്കുള്ളത് ദിസ് ദി ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റാണ് സഭയിൽ നിന്ന് നടത്തുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് നമുക്ക് ഓരോ നിമിഷവും സഭാഭരണത്തിലും കുടുംബജീവിതത്തിലും ആവശ്യമാണ്. അത് വളരെ ആവശ്യമാണ്. സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആത്മാവ് ഇരുളിന് മീതെ പ്രവർത്തിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. അപ്പം ആത്മാവും വചനവും കൂടിയാണ് സൃഷ്ടി നടത്തിയത്. ദൈവം പറഞ്ഞു, അതാണ് വചനം. ആഴത്തിന് മീതെ ഇരുളിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവും ഉണ്ടായിരുന്നു. അപ്പം ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് രണ്ടും കൂടെ ചേർന്ന സൃഷ്ടി നടത്തിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിട്ട് നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് വന്നതായിട്ടാണ് ശിഷ്യന്മാർക്ക് തോന്നിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരും, ഞാൻ അയക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കുമെന്ന് കർത്താവായ യേശു പറഞ്ഞു. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവാണ് സഭയിൽ വന്നിരിക്കുന്നത് ഇന്ന്. എന്നാൽ അതൊരു മിസ്റ്ററിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ ഒരു കാര്യമാണ്. ബൈബിളിലെ ഒരു റെവലേഷനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ്. അവർ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലതും നിർമ്മിക്കപ്പെട്ടതിനുമായ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കുറിച്ചും നിഖ്യാ സുനഹദോസം തീരുമാനിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞതുപോലെ യേശു പറഞ്ഞു, ദൈവം ചെയ്തതുപോലെ യേശു ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈസ് നോട്ട് എ പ്രോഫറ്റ്, ഈസ് നോട്ട് എൻ ഓർഡിനറി മാൻ. ഹി വാസ് റിസറക്റ്റഡ്, ഹി ഡൈഡ് ആൻഡ് ഹി റിസറക്റ്റഡ് ആൻഡ് ഇറ്റ് ഡിഡ് ലോട്ട് ഓഫ് മിറക്കിൾസ്. അപ്പോൾ അവൻ്റെ പ്രവൃത്തികൾ അവനെ ദൈവമായിട്ട് തെളിയിച്ചതാണ്. അപ്പോൾ ക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതല്ല, ഞാനും പിതാവും ഒന്നാണ്. അതുപോലെ തന്നെ 8 കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാണെന്ന്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ വാതിലാണ്, ഞാൻ ഇടയനാണ്, ഞാൻ അപ്പമാണ്. ഇങ്ങനെ യേശു പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ ദൈവത്തിനെ പറയാൻ ഒക്കുള്ളൂ. സോ ഔട്ട് ഓഫ് ദാറ്റ്, അതിൽ നിന്നാണ് നമ്മൾ 8 കാര്യങ്ങളും യേശുവാണ് ദൈവം എന്ന് പഠിക്കുന്നത്. അപ്പോൾ പിതാവിൽ മറിഞ്ഞിരുന്നതായ ഒരു ആളാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് നമ്മുടെ അടിസ്ഥാന ഉപദേശമാണ്. എന്നാൽ ആ ഉപദേശത്തിന് വിരുദ്ധമായി നമുക്ക് എടുക്കാനായിട്ട് ഒക്കിയില്ല. യേശു ക്രിസ്തു ഒരു ടീച്ചറായിരുന്നു എന്ന് യഹോവസാക്ഷികൾ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ ഒക്കിയില്ല. അവരുടെ ഉപദേശം അങ്ങനെയാണ്. യേശു ദൈവമല്ല, പിതാവിന് കീഴ്പ്പെട്ടിരുന്നയാളാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് വചനവുമായിട്ട് ഒക്കാതെ വരും. നമ്മൾ കണ്ടുപിടിച്ചതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണിത്. ദിസ് ഇസ് ദി ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ഓൺ എർത്ത്. ബട്ട് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ്, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 4 സുവിശേഷങ്ങളിൽ വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ഫോർ അസ്, അതാണ് 4 സുവിശേഷങ്ങളിൽ. എന്നാൽ ആക്ട്സിൽ നമ്മൾ വരുമ്പോൾ വാട്ട് ഹോളി സ്പിരിറ്റ് ഡിഡ്,
പിന്നെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ അത് സ്വർഗത്തിലെ സുവിശേഷമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തു നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് സഭയെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. സോ ദീസ് ആർ ദ ഫാക്ട്സ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വലിയ പള്ളി പണിത് കൊടുക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയ്ക്ക് അതല്ല പണി. ഒരു വലിയ പള്ളി പണിത് കൊടുത്ത് കുറേ കാശും കൊടുത്താൽ നമുക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ കിട്ടുമെന്ന് ധരിക്കണ്ട. ഞാനെന്നും സഭായോഗത്തിന് പോവും, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് അതിനർത്ഥമില്ല. അല്ലെങ്കിൽ ഞാനൊരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കും എന്നുള്ള തീരുമാനങ്ങളൊന്നും ഒന്നും പരിശുദ്ധാത്മാവ് പ്രാപിക്കാനുള്ളതായി. നീ പുതുതായി ജനിക്കണം. നിക്കോദിമോസ് യഹൂദനായിരുന്നു. യഹൂദനായിരുന്ന നിക്കോദിമോസിന് വീണ്ടും ജനനത്തിന്റെ ആവശ്യം മനസ്സിലായില്ല. അവൻ ധരിച്ചത് അബ്രഹാമിന്റെ പുത്രനാണ്, നേരെ സ്വർഗ്ഗത്തിൽ പോകുന്ന. നീ കണിയാണ് കയറുന്നത്. കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. സോ നീ സ്വർഗീയനായി തീരണമെങ്കിൽ സ്വർഗീയമായ ഒരു ജന്മം നടക്കണം ബൈ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ്സ് വാട്ട് ഹി മീൻ. അപ്പം നിക്കോദിമോസിന് അത് മനസ്സിലായത് എങ്ങനെ നടക്കുന്നത്? ഞാൻ പ്രായമായി പോയില്ല, ഇനിയിപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ അവനൊന്നും അറിയാൻ മേലാത്തവനാണെന്ന് മനസ്സിലായി. യേശുവിൻ്റെ ഉപദേശം, നീ വീണ്ടും ജനിക്കണം, എന്നെങ്കിൽ മാത്രമേ സ്വർഗീയമായ കാര്യങ്ങൾ നിനക്ക് ലഭിക്കാനൊക്കെയുള്ളൂ. നമ്മൾ ജനിച്ചത് ആദാമ്യ പ്രകൃതിയിലാണ്. ഇപ്പം എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് ആദാമ്യ ശരീരമാണ്. അത് പാപസംബന്ധമായി പാപം നിറഞ്ഞതായ ശരീരമാണ്. അത് എപ്പോഴും പാപം ചെയ്യും. അത് വീണ്ടും ജനിച്ചവരും പാപം ചെയ്യും. കാരണം ഇതിൻ്റെ ടെൻഡൻസി അതാണ്. ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലായിരുന്നു. പാപത്തിൽ വീണ മനുഷ്യന് റിസൾട്ട് എപ്പോഴും ഫ്രൂട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ 15 അതെന്താണെന്ന് ചോദിച്ചാൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ജാരശങ്ക, പകവണക്കം, ക്രോധം, ചാട്യം, തോന്നുപക്ഷം, അസൂയ, ഇടർച്ചത്, ധ്യാനം, 15 പാപങ്ങൾ ഈ ജഡം ചെയ്യും എപ്പോഴും. അത് വീട്ടിൽ ജനിച്ച പെന്തിക്കോസുകാരനും വിശുദ്ധനെന്ന് പറയുന്നവരും എല്ലാം പാപത്തിന് അധീനമാണ്. എന്നാൽ അതിൽ നിന്ന് ജയം പ്രാപിക്കണമെങ്കിൽ നീ പുതുതായി ജനിക്കണം, ഒരു പുതിയ സൃഷ്ടിയായി തീരണം. അപ്പോൾ പുതിയ സൃഷ്ടിയാകുന്നത് ആത്മാവാണ് സൃഷ്ടിയാകുന്നത്, ശരീരമല്ല. ശരീരം പുതുക്കപ്പെടുന്നില്ല, ശരീരം ഉയർത്തെഴുന്നേൽപ്പിലെ പുതുക്കപ്പെടുകയുള്ളൂ. ആന്തരികമായി നീ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെടും. എങ്കിലും ഇത് പാപസംബന്ധമായ ശരീരമായതുകൊണ്ട് ഇതെപ്പോഴും പാപത്തിന് അധീനമാണ്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, 9 പരം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്നാൽ ആത്മീയമായ ആത്മാവിൻ്റെ ഗൈഡൻസ് കൂടാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. അതാണ് സ്വർഗവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നതായ ഹോട്ട് ലൈനാണ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുസ്തകം എടുത്തുകൊണ്ട് ഓടാൻ വരട്ടെ. പെന്തക്കോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ 10 ദിവസം അതിനായിട്ട് കാത്തിരുന്നു. 50-ാം നാളിൽ, പെന്തക്കോസ് നാളിൽ, 50 എന്നുള്ള അർത്ഥത്തിലാണ് പെന്റിക്കോൻഡ എന്ന അർത്ഥമാണ്. പെൻറ്റഗൺ, പെൻറ്റക്കോൻഡ എന്നെല്ലാം പറഞ്ഞാൽ 50 എന്നാണ്. അപ്പോൾ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ 50-ാം ദിവസം. 50-ാം ദിവസമാണ് പെന്തക്കോസ്ത്. അത് പഴയ നിയമ ഇസ്രായേലിനും 50-ാം ദിവസം ഉണ്ടായിരുന്നു. പെസഹായും ചെങ്കടൽ കടന്നതും സീനായി പർവ്വതത്തിൽ അവർക്ക് യഹോവ വെളിപ്പെട്ടതാണ് അവരുടെ പെന്തക്കോസ്ത്. നമുക്ക് പുതിയ നിയമസഭയ്ക്ക് മാളിക മുറിയിലുണ്ടായ അനുഭവമാണ്. അവർ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങിൽ നിങ്ങൾ പുസ്തകം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോയി പറഞ്ഞോളാനല്ല പറഞ്ഞത്. ഉയരത്തിൽ നിങ്ങൾ ശക്തി പ്രാപിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ നിങ്ങൾ ഫെയിലിയർ ആകും, ടോട്ടൽ ഫെയിലിയർ. ആ പാർക്കലീത്തോസ് എന്ന് പറയുന്ന പരിശുദ്ധ റൂഹ, അരൂപി നിന്റെ കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും. എന്നെങ്കിൽ മാത്രമേ നിനക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഹോളി സ്പിരിറ്റ്. അങ്ങനെ ഹോളി സ്പിരിറ്റിന് മുൻഗണന കൊടുത്തവരെയാണ് പെന്തിക്കോസ്തുകാരെന്ന് പറയാനിടയായത്. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ് സഭയില്ല, പെന്തക്കോസ്ത് അനുഭവമാണ്. പെന്തക്കോസ്ത് 50-ാം നാളിൽ വന്നതിൻ്റെ ഒരു അനുഭവമാണ്.
അപ്പോൾ ആ പെന്തക്കോസ്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. സോ യു നീഡ് കോൺസ്റ്റന്റ് സ്റ്റഡിലി നമുക്ക് പ്രാർത്ഥനാ ജീവിതം ഉള്ളെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. എന്നെങ്കിൽ മാത്രമേ പാരക്ലീത്തോസ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മളിൽ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതായത് സ്വർഗം നമ്മളിൽ വസിക്കുന്നു, ദൈവരാജ്യം നമ്മളിൽ വസിക്കുന്നു, പരിശുദ്ധ റൂഹ നമ്മളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ആത്മാവ് ഞരങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മളിൽ താമസിച്ചുകൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊരു നല്ല അറിവ് ഒരു പുതിയ നിയമ വിശ്വാസിക്കില്ലാതെ അവനൊരു ആത്മീയ ജീവിതം ചെയ്യുവാൻ സാധ്യമല്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ എടുത്താട്ട് അപ്പോസ്തല പ്രവൃത്തികൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 19-ാം അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. എഫെസസിൽ പൗലോസ് ചെല്ലുകയാണ് ആദ്യം. അപ്പോൾ എഫെസസിൽ ചെന്നപ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. മതി. ഇത് വളരെ ആഴമായ ഒരു ഉപദേശമാണ്. പൗലോസ് 12 പേരുള്ള ഒരു സഭയെ കണ്ടു. എഫെസസിൽ ചെന്നോ. അപ്പൊ അവരെ കണ്ട ഉടനെ പൗലോസ് ചോദിക്കുക, ചില ചോദിക്കും നീ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുന്ന പോലെ. കണ്ട ഉടനെ വേറെ ഒന്നും ചോദിച്ചില്ല. ഇവിടെ കമ്മിറ്റി ഉണ്ടോ, സെക്രട്ടറി ഉണ്ടോ, നിങ്ങൾക്ക് പള്ളിയുണ്ടോ, ആരാധിക്കാൻ സ്ഥലമുണ്ടോ, വാടക വീടാണോ എന്നൊന്നും ചോദിച്ചില്ല. The first question, did you receive Holy Spirit? നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടോ? അതെന്നാ മാസ്റ്ററെ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നാമത് അവരെ പരിചയമുള്ള ആളുകളല്ല, അവർ 12 പേരെ ഉള്ള ആകപ്പാട്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആ ചോദ്യത്തിന്റെ പുറകിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെന്താ അവരോട് അത് ചോദിക്കാം, വേറെ പലതും ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചില്ലല്ലോ. അപ്പൊ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് തെളിയിക്കാൻ പോണത്. മനസ്സിലായോ? There is something lacking. ഇവരിൽ എന്തോ കുറവ് കാണും. എന്താ കുറവ്? അതായത് അർത്തിമോസ് മഹാദേവിയുടെ ക്ഷേത്രമുള്ള പട്ടണമാണ് ഈ എഫെസസ് പട്ടണം. ആ പട്ടണത്തിൽ 425 അടി നീളവും 207 അടി വീതിയും 60 അടി പൊക്കവുമുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ 127 തൂണുകളിലാണ് ഡയനയുടെ ക്ഷേത്രം നിൽക്കുന്നത്. 3000 വേശ്യമാരാണ് അതിനകത്ത് താമസിക്കുന്നത്, ദേവദാസികൾ. സ്ത്രീകളെ നേർന്ന് പശുക്കളെ വിടുന്ന പോലെ അതിനകത്ത് വിടുക. തട്ടാന്മാർക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന വലിയ പട്ടണം. അപ്പൊ ഈ പൗലോസ് അതിലെല്ലാം യാത്ര ചെയ്തു. പൗലോസ് യാത്ര ചെയ്തപ്പോൾ ഈ എഫെസസ് പട്ടണം കണ്ട് ഭയങ്കര ദുർനടപ്പിന്റെയും മദ്യപാനത്തിന്റെയും ഒരു കേളി രംഗമായിരുന്നു ഈ എഫെസസ് പട്ടണം. ഇതെല്ലാം കണ്ടേച്ചു വന്നാണ് സഭയോട് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പോൾ ആ കണ്ടതും ഇവരോടുള്ള ചോദ്യം തമ്മിൽ കണക്ഷനുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നെങ്കിൽ ഈ പട്ടണത്തിൽ വലിയ സംഭവങ്ങൾ നടന്നേനെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഡയാനയുടെ ക്ഷേത്രവും ഇതെല്ലാം തകർന്നേനെ എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, they were only small and they were only 12. But Paul says, did you receive Holy Spirit? അതാണ് അവർക്ക് ആവശ്യം. നിങ്ങളിങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടമായിരുന്നെങ്കിൽ
ഈ ഡയാനയുടെ എഫെസസ് ക്ഷേത്രവും എഫെസസ് ദുർനടപ്പിന്റെ പട്ടണവും മാറി മറിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇവിടെ 10 പേരെ കൂടുന്നുള്ളതല്ല വിഷയം. Did you receive the power of the Holy Spirit? That's what I want to know. I don't want to know whether you have got a committee, whether you got a fine building, whether you got an educated theological pastor. That's none of my business. But you got the power. ഈ പട്ടണത്തെ ഇളക്കി മറിക്കാനുള്ള പവർ നിങ്ങൾക്ക് കിട്ടിയോ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്നാനം എന്ന് ചോദിച്ചു. കാരണം സ്നാനത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. യോഹന്നാന്റെ സ്നാനം. ഉടനെ പൗലോസ് അവരെ കൈവച്ചു. അവരെ പ്രാർത്ഥിച്ചപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചെന്നാണ് അവിടെ കാണുന്നത്. ദിസ് ഇസ് എ പെന്റക്കോസ്റ്റൽ ടീച്ചിങ് ആൻഡ് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ. ഏത് സഭയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ അനേക സഭകളിൽ അമേരിക്കയിൽ കടന്നു പോകുന്നുണ്ട്, എനിക്കറിയാം. ആളുകളുടെ പ്രശംസ എന്തിലാണെന്നുള്ളത് എനിക്കറിയാം. അവരുടെ കെട്ടിടത്തിൽ ഞങ്ങളിത് ഉണ്ടാക്കി എന്നുള്ള പ്രശംസ, ഞങ്ങൾ ഏതാണ്ട് ഇവിടെ ഏതാണ്ട് ചെയ്തെന്നുള്ള പ്രശംസ. ഇന്നും അവിടെ ഒരു അനക്കവും ഇല്ല. ഒരു ആത്മാക്കളെ നേടിയവരല്ല ഈ പറയുന്നവരൊന്നും. നാട്ടിൽ നിന്ന് ആരാണ്ട് വന്നു കൂടി 10 പേരെ കിട്ടിയതാണ്. ഇവർ പറയുന്നത് കേട്ടാൽ അവർ വലിയ കാര്യങ്ങൾ ഏതാണ്ട് ചെയ്യുന്നത്. എന്നാൽ പൗലോസ് എഫെസസ് പട്ടണത്തോട് ചോദിക്കുകയാണ്, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ശക്തിയേറിയ ദൂത് ഇതാണ്. ഈ അവിടെ ആത്മനിർവ്വമുള്ള സഭകളെന്നുള്ള ചോദ്യം. ആത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ, ആത്മാവിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ജഡീയന്മാരെ കെട്ടിപ്പടുക്കുന്ന ഒരു സഭയായി തീർന്നുകൊണ്ട് അവിടെ ഒരു പ്രയോജനമില്ല. സിംപ്ലി ഒരു ഫൈറ്റിംഗ് ഉണ്ടാക്കാവുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കണം. അവർ പരിശുദ്ധാത്മപൂർണരാകണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അത് ഹൃദയങ്ങളിൽ കത്തിജ്വലിക്കണം. എല്ലാ സഭകളും ഹോളി സ്പിരിറ്റ് നിറഞ്ഞ സഭകളല്ല. പഴയ കാലങ്ങളിലൊക്കെ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് പറയുവാൻ. ഇപ്പൊ അതുമില്ല. അത് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത് മതി. പിന്നെ അതിനപ്പുറം ഒന്നും വിട്ടുന്നില്ല. ഇപ്പൊ വിവാഹ സ്നാനമാണ് കൂടുതൽ ചിലയിടത്ത് നടക്കുന്നത്. അതായത് കല്യാണം വരുമ്പോഴത്തേക്ക് ഒരു സ്നാനം നടത്തും. അതിനവിടെ പറയുന്നത് വിവാഹ സ്നാനം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ. വിശ്വാസ സ്നാനമല്ല, വിവാഹ സ്നാനം. ഇപ്പോൾ വിവാഹ സ്നാനം നടക്കുന്ന ഒരുപാട് നടത്തുന്നുണ്ട്. സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് കേട്ടിട്ട് പോലുമില്ല. ഞങ്ങളുടെ ഇടയിൽ മുഴുവൻ അങ്ങനെയാണ്. പണ്ടാരാണ്ട് പറഞ്ഞ് ഞാൻ ബ്രദർ സഭയിൽ പോയി, അവിടെ ഒറ്റ പെന്തിക്കോസുകാരനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ പെന്തിക്കോസ് സഭകളിൽ പോയി മുഴുവൻ ബ്രദറുകാരായിരുന്നു. ഒരുത്തിനും അന്യഭാഷയും പറയില്ല, പ്രാർത്ഥിക്കുകയില്ല. അപ്പൊ ആ നില നമുക്കിന്ന് വന്നിരിക്കുകയാണ്. പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റ് സഭകളല്ല. ഡയറക്റ്റഡ് ബൈ ഹോളി സ്പിരിറ്റ്, മോട്ടിവേറ്റഡ് ബൈ ഹോളി സ്പിരിറ്റ്. യെസ്, അവർ പറഞ്ഞ് ഞങ്ങളിത് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 1 കൊരിന്ത്യർ 14 അധ്യായം 2 വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ 14 അധ്യായം അതിന്റെ 2 വാക്യം. ഹോട്ട്ലൈൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്ന ഹോട്ട്ലൈനാണ് വിശ്വാസിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനറിയാൻ മേലെ ഹോട്ട്ലൈൻ എന്താ? ഹോട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. എന്താന്ന് ചോദിച്ചാൽ, when you speak in tongues you speak to God. ആരും എന്ത് ചെയ്യുന്നില്ല. പിശാച് പേടിക്കുന്ന ഏറ്റവും വലിയതായ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ്. He doesn't know what he is praying. അപ്പൊ ഇവൻ കിടന്ന് കുലുങ്ങുന്നത്, ഏറ്റവും കുലുങ്ങുന്ന ഒരു ഹോട്ട്ലൈനാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. സ്വന്തം ഭാഷയിൽ പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥനയുണ്ട്, ആത്മാവിൽ പ്രാർത്ഥനയുണ്ട്, ആത്മനിറവിൽ. അപ്പോൾ അന്യഭാഷ എന്നുള്ളത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അന്യഭാഷയിലെ പ്രാർത്ഥന, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. സഭായോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സഭാ ആരാധനയിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹോട്ട്ലൈൻ ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവിടെ സാത്താനൊന്നും പ്രവർത്തിക്കാൻ ഒക്കെയില്ല. അപ്പോൾ
വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പിശാച് വഴിയിലുണ്ട്. അതുകൊണ്ട് ആ ഹോട്ട് ലൈൻ തന്നിരിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനിൽ അവൻ പിടിക്കരുത്. മനസ്സിലായോ? ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് രാത്രി വെളിയിൽ പോകുന്നവരുണ്ട്. പട്ടാള ക്യാമ്പിൽ നിന്ന് വെളിയിൽ പോകുന്ന സമയത്ത് വെളിയിലേക്ക് പോകുമ്പോൾ അവനൊരു പാസ്വേഡ് കൊടുക്കും. തിരിച്ചു വരുമ്പോൾ ഇവനാണോ എന്ന് അറിയാനായിട്ട്. അത് പെൻസിൽ എന്നായിരിക്കും. പെൻസിൽ അത് ഇവൻ മാത്രമേ അറിയാവൂ. ഇവനും സെൻട്രിക്ക് മാത്രമേ അറിയാവുള്ളൂ ആ ലൈൻ. അപ്പോൾ നിന്റെ ഇന്ന് രാത്രിയിലത്തെ പാസ്വേഡ് പെൻസിൽ. ആരും തിരിച്ചറിയുന്നില്ല. ആർക്കും അറിയാൻ മേലെ എന്താ. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോൾ ഒരു വെടിപ്പാട് ദൂരെ വെച്ച് ഹോൾട്ട് പറയും, നിൽക്കാൻ പറയും. പാസ്വേഡ് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവൻ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ 1 2 3 വെടി കഴിയും. കാരണം അവൻ കള്ളനാണ്, അവൻ ടെററിസ്റ്റാണ്. അവനെ പിടിക്കാനാണ് പാസ്വേഡ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? വേറെ ആർക്കും അറിയാൻ പാടില്ല. ഇവനും അവനും മാത്രമേ അറിയാവൂ. അപ്പൊ ദൈവവും നീയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ലാംഗ്വേജ് ആണ് ഹോളി സ്പിരിറ്റ്. ആ ടോക്ക് അത് ചെയ്തിരിക്കണം. അതെല്ലാവരും അത് കഴിഞ്ഞുള്ള ക്ലാസ് തുടങ്ങിയാൽ മതി. അതില്ലാത്ത ക്ലാസ്സുകളെല്ലാം പരാജയമാണ്. പലയിടത്തും ചടങ്ങിന്റെ ആരാധനയാണ്. 2 പാട്ട് പാടി ഉടനെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് ഹോളി സ്പിരിറ്റിനോ കർത്താവിനോ ഒന്നും അവിടെ ഒരു സാധനവും ഇല്ല. ചടങ്ങ് നിവർത്തിക്കുക. അവിടെ വരുന്ന പരാജയം അവിടെയാണ്. നോക്കി അവ കാരണം സമയത്ത് നമുക്ക് 10 നിർത്തണം, 12:30 നിർത്തണം എന്ന് പറഞ്ഞ് വാച്ച് നോക്കി ഇങ്ങനെ പറഞ്ഞാൽ ഒരു വിരോധവും ഇല്ല. നടത്തിക്കോ, 12 നീ പൊക്കോ, നീ വാങ്ങും, 1 പൊക്കോ. ദൈവത്തിന് കർത്താവായ യേശു പറഞ്ഞു 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. അങ്ങനെ ഈ 2-3 പേര് കൂടുന്നിടത്ത് കർത്താവ് വരുന്നത് എന്തിനാ? നിങ്ങളെ കാണാനാണോ? Why he is coming? Why Christ is coming to your fellowship? എന്തിനാ വരുന്നത്? അവനെ ആരാധിക്കുന്നുണ്ടോന്ന് അറിയാനാ. നമ്മൾ ആരാധിക്കുകയല്ല, നമ്മൾ നമ്മുടെ കഥ പറയുക. ഞാൻ ഇങ്ങോട്ട് വന്നു, ബസ് കിട്ടിയില്ല, ബസ് കിട്ടാൻ നേരത്തെ പ്രാർത്ഥിച്ചു, അപ്പോൾ വണ്ടി കിട്ടി, ഇങ്ങോട്ട് ഇറങ്ങി, പെട്ടെന്നൊരു കാറ് വന്ന് ചാടി ചവിട്ടി. ഇവരുടെ കുറെ കഥകൾ പറയും. ഇവിടെ കർത്താവിനും മഹത്വം ഇല്ല, ആരാധനയില്ല, സല്യൂട്ടും ഇല്ല. യഹൂദന്മാരുടെ ആരാധനയിൽ കൈമുക്കിയാണ് ആരാധിക്കുന്നത്. അവർ കൈമുക്കി ആരാധിക്കുന്നതിന് യാദവ എന്നാണ് പറയുന്നത്. സല്യൂട്ട് ചെയ്യുകയാണ് രാജാവിന്. രാജാവാ വരുന്നത്. രാജാവിന് സല്യൂട്ട് കൊടുക്കണം, കൈയും കെട്ടിക്കൊണ്ട് നിൽക്കാൻ പാടില്ല. അവരുടെ ആരാധനയിൽ കീഴടങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അപ്പൊ രാജാവ് വരുന്നു. പരിശുദ്ധാത്മാവിന് മുൻഗണന. അപ്പം പരിശുദ്ധാത്മാവെ വിളിക്കണം. നമ്മള് കൃപാസനത്തിൽ വന്ന് എഴുന്നള്ളാനായിട്ട് നമ്മൾ വിളിക്കണം. ആത്മാവെ വന്നിടുക, പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ഒഴുക്കിൽ ഇത് ഒപ്പിച്ചേച്ച കാര്യം നടത്താവൂ. ഇല്ലാതെ പോയാൽ കുഴഞ്ഞു പോവും. പിശാചും കൂടെ കയറും. എന്നാൽ അവൻ അറിയാൻ മേലാത്ത അന്യഭാഷ പറഞ്ഞ് ഹോട്ട് ലൈനിൽ മറ്റവനെ ബന്ധിച്ചു കഴിഞ്ഞാൽ മറ്റവൻ ഇവിടെ കയറുകയില്ല, ഇവന്റെ തലയിൽ കയറുകയില്ല, അല്ലെ ഇവന്റെ ചിന്ത മാറ്റിക്കളയും. അന്നേരം ആരാധനയ്ക്കകത്ത് 15 മൊബൈൽ വരും വിളിക്കാൻ. കാരണം വിളി ഇറക്കി വിടുന്ന ഇവന് ഓട് ഉടനെ. ഇവന് അവിടെ ഇരിക്കാൻ നേരം കിട്ടുകയില്ല. ഇവന് ഉടനെ വേറെ കാര്യമായിട്ട് പോകും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഇരിക്കാൻ ഒക്കെയില്ല. കാരണം ഇന്നത്തെ ലോകം അതാണ്. ഉടനെ ടെക്സ്റ്റ് വന്നു, മറ്റേത് വന്നു, മറിച്ചത് വന്നു. ഇവൻ ആരാധനയ്ക്ക് ഒക്കെയില്ല. പിശാച് പറഞ്ഞു വിടുന്ന. ഞാൻ പർപ്പസായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്കറിയാം ഇല്ലാത്ത ഫോണെല്ലാം വരും. ഇരുത്തിയല്ല, നമ്മുടെ ചിന്ത മാറ്റി വിടും. എന്നാൽ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആരാധന തുടങ്ങാവൂ. ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഒരു മോമെന്റ് എന്ന് പറയും. പ്ലെയിൻ ഓടി ഇത്ര സ്പീഡിൽ അത് പൊങ്ങുമെന്ന് തോന്നുമ്പോഴാണ് ഇവൻ അങ്ങോട്ട് പൊക്കി കൊടുക്കുന്നത്. ആ മോമെന്റ് ഗ്യാദർ ചെയ്യാന്ന് പറയും. മോമെന്റ് ഗ്യാദർ ചെയ്തില്ല പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യില്ല. പൈലറ്റ് അതുവരെ നോക്കിയിരിക്കും. ആ സ്പീഡ് അങ്ങോട്ട് എടുത്തിങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂക്കും. അത് ചില്ലോട് പോലെ അങ്ങ് പൂങ്ങിപ്പോകും. അപ്പൊ മോമെന്റ് ഗ്യാദർ ചെയ്തിട്ടേ പറക്കാവുള്ളൂ, ആരാധിക്കാവൂ. ഇതൊന്നും വേണ്ട. ചത്ത് കിടക്കുന്നവനെ എല്ലാം കൂടെ തോമായും കറിയായും എല്ലാം കൂടെ കൂട്ടി ചത്ത് കിടക്കുന്നവനെ എല്ലാം കൂട്ടി ആരാധിക്കാം. ഒരു പണി നടക്കുകയില്ല. കാരണം പുള്ളി അകത്തുണ്ട്. അവന് എല്ലാം കൂടെ ഇട്ടുകൊണ്ട് കൂട്ടിക്കെട്ടി കളിപ്പിക്കുക. പിന്നെ എങ്ങനെയാ ഒപ്പിക്കുന്നത്? അപ്പൊ ഹോട്ട്ലൈനുമായിട്ട് ബന്ധം പുലർത്തിയവൻ മാത്രമേ ഇതിനകത്ത് നിൽക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്
അതായത് അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് സഭയുടെ പ്രധാനമായ ഒരു വിഷയമായിരിക്കണം. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മാസികങ്ങളിലൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ആരാധനയൊക്കെ ആദ്യത്തേതൊക്കെ മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വിട്ട് നോക്കിയിട്ടുണ്ട്. ആരാധിക്കാൻ പറയും, പ്രസംഗമൊക്കെ പിന്നെ പറയാമെന്ന് പറയും. അന്നത്തെ യോഗം ഭയങ്കരമായിരിക്കും, തീയ. അന്ന് വിടുതലൊക്കെ ഉണ്ടാവും. പല സഭായോഗങ്ങളും മാസയോഗങ്ങളും ഞാൻ മാറ്റി വിട്ട് ട്രൈ ചെയ്തു. പരിശുദ്ധാത്മാവിന് ആരാധനയിൽ കുറെ സമയം നമ്മൾ ജനത്തിന് കൊടുക്കും. പ്രസംഗിക്കാൻ ആര് പറഞ്ഞു? എല്ലാവരും യോഗത്തിന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനം സന്തോഷിക്കണം, ആത്മാവിൽ ബലപ്പെടണം. അപ്പോൾ ഒന്നാമത് പിശാച വഴിയിലുണ്ട്. ജീവിതത്തിൽ, സമൂഹത്തിൽ സഭ എത്ര ഉയർന്നതാണെങ്കിലും ആത്മാവിന്റെ പവർ ഇല്ലെങ്കിൽ അത് സഭയല്ല, അത് ക്ലബ്ബ്. ഇപ്പൊ ന്യൂജേഴ്സിയിൽ അനിയൻ നടത്തുന്നത് ഒരു വെറ്ററിൻ, ഈ മിലിറ്ററിക്കാരുടെ ഒരു ക്ലബിലാണ്. ഞാൻ അവരോട് പറഞ്ഞത് അവരുടെ ക്ലബ്ബ്, ഇത് നിങ്ങളുടെ ക്ലബ്ബ്, എല്ലാവരും കൂടെ കൂടി വരുന്നൊരു ക്ലബ്ബ്. എല്ലാവരും ചിരിച്ചു. അവിടെ അവർ കൂടി വരുന്നു, കുടിക്കുന്നു, തിന്നുന്നു, പോകുന്നു. ഇവിടെ ക്ലബ്ബ്, ഈ ക്ലബ്ബ് കളിയേ ഉള്ളൂ. ഇതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വളരെ ശക്തിയേറിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പസ്തോല പ്രവൃത്തി ഇപ്പം നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് അഫെസോസിൽ നടന്ന കാര്യം താഴെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തലകുത്തിപ്പോയി എഫെസോസ്. അവിടെ അർത്തിമോസ് മഹാദേവിയുടെ ഡയനയുടെ ക്ഷേത്രം തകർന്നു. 3000 തട്ടാന്മാരെ എഴുന്നേറ്റ് പൗലോസിനെതിരായി ബഹളമായി, അടിയായി, ഇടിയായി. ആസിയ മുഴുവൻ വചനം കേൾക്കാനിടയായി. കാരണം എന്നാ? ആത്മനിറവുള്ള 10-12 പേര് അവിടെ ഉണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രവൃത്തി 4:31 വായിച്ചേ. പ്രവൃത്തി 4:31. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം, അപ്പൊ അത് സ്ഥലകാലങ്ങൾ മറന്നുള്ള ഒരു ആരാധന അങ്ങ് ആരാധിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അതായത് തീ കത്തണം, സഭാ മണ്ഡലം മുഴുവൻ ഇളകണം. ആ ഒരു ആരാധന നമുക്ക് വളരെ ആവശ്യമാണ്. അതായത് സ്ഥലകാലം മറന്ന് ജനം ആരാധിക്കത്തക്കവണ്ണം. ഇത് നമ്മൾ ഈ ഒന്നാമത് വന്നിരിക്കുന്ന ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ദൈവത്തെ പരിമിതപ്പെടുത്തി എല്ലാം വാച്ചിന്റെ കീഴെ ദൈവത്തെ ഇരുത്തിയിരിക്കുക. നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ടൈം പോയി എന്നുള്ള ഒരു ഇതാണ്. എന്നാൽ മറ്റുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ക്ലോസ് ഡൗണിനെ കുറിച്ചോ ഷട്ട് ഡൗണിനെ കുറിച്ചോ പറയാനാണെങ്കിൽ 1.5 മണിക്കൂർ പറയും. ഈ സഭായോഗം കഴിഞ്ഞാണേലും ഒരു 1.5 മണിക്കൂർ ഷട്ട് ഡൗണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവനൊരു 1 മണിക്കൂർ സഭായോഗത്തിൽ ഇരിക്കാൻ നേരെയില്ല. ഇപ്പോൾ ഷട്ട് ഡൗൺ എടുത്തിട്ട് വെച്ചാൽ മതി. അത് നാട്ടിൽ ഇത് തന്നെയാണ്. സഭായോഗം കഴിഞ്ഞേച്ച് സമയമില്ലെന്ന് പറഞ്ഞവരോട് പിന്നെ അച്യുതാനന്ദൻ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം കാണാൻ കളി എന്തെല്ലാം പറഞ്ഞെന്തൊരു ബഹളമാണെന്നറിയോ. അപ്പൊ ഇവന് ഇവിടെ ഇരിക്കുന്നതിന് ഇഷ്ടമില്ല, വെളിയിലോട്ട് ഇറങ്ങി എന്ന് പറയാം. ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. ആരാധനയ്ക്ക് വരുമ്പോൾ ഈ സമയം ലിമിറ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ജനത്തിന്റെ സന്തോഷം, അതിൽ രോഗത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാകില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊരു റിസൾട്ട് സഭയിൽ ഉണ്ടാകില്ല. ഇല്ലേ? PM ഫിലിപ്പ് സാർ പറയും, അവന് പിന്നെ കടുത്ത ഭാവിയായിട്ട് ഇറങ്ങി കുതിർന്ന ഭാവിയായിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയത്. സ്നാനത്തെക്കുറിച്ച് ഫിലിപ്പ് സാർ ഒരിക്കൽ പറഞ്ഞു, മാനസാന്തരപ്പെടാത്തവൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവൻ കടുത്ത ഭാവിയായിട്ട് വെള്ളത്തിലിറങ്ങി കുതിർന്ന ഭാവിയായിട്ട് കയറിപ്പോകുന്നേ ഉള്ളൂ. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സഭായോഗത്തിൽ ഇവനൊരു മാറ്റം വരുന്നില്ല. ഈ കേട്ട വചനം അവന് ഉപകാരമായി വരുന്നില്ല. അവൻ പിന്നെയും പഴയാണ്. ഇതിന് മാറ്റം വരാനായിട്ട് ഉപദേശിയെ കൊണ്ട് സാധ്യമല്ല. നമ്മുടെ പവറൊന്നും ഉപയോഗിച്ചാൽ ഒരുത്തരം നടക്കിയാൽ നീ എത്ര കാര്യം പറഞ്ഞാൽ നടക്കില്ല. ഒരു ടച്ച്. അതുകൊണ്ടാണല്ലോ കൃപാവരങ്ങളുടെ ശുശ്രൂഷയുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് വിടുതൽ ഉണ്ടായതിൻ്റെ കാരണം അതല്ലേ. നമ്മൾ എത്ര പറഞ്ഞാലും ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ വിടുതലുണ്ടാകും. അപ്പോൾ ആത്മസ്നാനം സുവിശേഷീകരണത്തിന് പവർ നൽകുന്നതാണ്. രണ്ടാമത്തെ കാര്യം 1:8, പ്രവൃത്തി 1:8, ആത്മസ്നാനം സുവിശേഷീകരണത്തിന് വളരെ പവർ തരുന്നു. ശക്തി നിങ്ങളുടെ മേൽ വരും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാവും. സെന്റ് തോമസ് കേരളത്തിൽ വന്നെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ സെന്റ് തോമസിന്റെ ഭാഷ അറിയാവോ? മലയാളത്തിലെ ഇല്ല, കേരളത്തിലെ ഭാഷ അറിയാമില്ല. അപ്പോസ്തലന്മാർക്ക് ആർക്കെങ്കിലും വിദേശത്തെ ഭാഷ അറിയായിരുന്നോ?
ഇല്ല. എന്നാൽ അതിനാ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറയിപ്പിച്ചത്. നിങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ പറയിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന്. ഫ്രാൻസിസ് സേവ്യർ കേരളത്തിൽ വന്ന് 16-ാം നൂറ്റാണ്ടിലെ ജെസ്യൂട്ട് മിഷണറി ആയിരുന്നു ഫ്രാൻസിസ് സേവ്യർ. കേരളത്തിലെ കടക്കരയിലുള്ള സകല മുക്കുവരെയും പുള്ളി മുക്കിയച്ചാ പോയി. പുള്ളി വലിയ ലൂഥറിന്റെ കാലത്ത് ഉണർവിൽ കത്തോലിക്ക സഭയിലുണ്ടായ ഉണർവാണ് ജെസ്യൂട്ട്. ആ ജെസ്യൂട്ട് മിഷണറിമാരുടെ പാതിരിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ, ഗോവയിൽ കവറടക്കിയിരിക്കുന്ന ആൾ. പക്ഷെ അയാൾ വലിയ മിഷണറി സ്പിരിറ്റുകാരനാണ്. അയാൾ മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അയാൾ അന്യഭാഷ പറഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ദൈവത്തിന് കഴിയും നിന്നെ കൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും പറയിപ്പിക്കാനുള്ള പവർ തരും. മനസ്സിലാക്കണം. അതിനാ പെന്തക്കോസ്ത് വെച്ചേച്ച് പറഞ്ഞത് ഭൂലോകത്തിലൊക്കെ പോവാൻ. പെന്തക്കോസ്റ്റിൽ 116 ഭാഷക്കാരവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും തിരിയത്തക്കോണം തിരിക്കാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് ഭൂലോകത്തിലൊക്കെ പോകാൻ പറഞ്ഞു. നീ മലയാളക്കരയിൽ പോകും, നീ ആഫ്രിക്കയിൽ പോയി, ഇംഗ്ലണ്ടിൽ പോകും, അവിടെ ഞാൻ നിനക്ക് പവർ തരും. ഇവിടെ വില്യം കയറി 16 ഭാഷയിൽ മലങ്കര ഇന്ത്യയിൽ വന്നിട്ട് സുവിശേഷം പറഞ്ഞില്ലേ? അയാളെ കൊണ്ട് സാധിച്ചില്ലേ? പുസ്തകങ്ങൾ എഴുതി, ബൈബിൾ എഴുതാൻ. അപ്പോൾ വലിയ ശക്തി തരും. ആത്മനിറവുള്ളവരെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം ഘോഷിച്ചു. 8:4 വായിച്ചത്. ചിതറിപ്പോയവർ വചനം അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ചിതറിപ്പോയവരെന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ്. വീടുമില്ല, കൂടുമില്ല, തുണിയില്ല, ഉടുക്കാനുമില്ല, ചെതറി എല്ലാത്തിനും അടിച്ച് തകർത്തു. സ്തേഫാനോസിന്റെ മരണത്തിലെല്ലാം ചെതറിപ്പോയി. അവരെന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു. ചെതറിപ്പോയവർ എന്ത് ചെയ്തു? വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ടു. അവർക്ക് വീടുണ്ടോ? ഇല്ല. കൊച്ചുങ്ങളെ വളർത്താൻ സ്കൂളുണ്ടോ? ഇല്ല. എല്ലാം നശിച്ചു പോയില്ല, അടിച്ച് ഓടിച്ച് എല്ലാത്തിനെയും. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോയി സകല ജാതികളോട് സുവിശേഷം പറയാൻ പറഞ്ഞു. ഇവരവിടെ കൂടിയിരുന്ന അന്യഭാഷയും പറഞ്ഞ് വട്ടം കറിഞ്ഞപ്പോഴാണ് സ്തേഫാനോസിന് അടി വന്നത്. സ്തേഫാനോസ് മരിച്ചെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരോട് എല്ലാവരും ചെതറിപ്പോയി. ചെതറിപ്പോയവർക്കെല്ലാം പവർ ദൈവം കൊടുത്തു. അവർക്ക് വീടില്ല, കൂടില്ല, നാടില്ല, സ്വന്തക്കാരില്ല, എല്ലാവരും വചനം പറഞ്ഞു. അപ്പൊ ചെതറിപ്പോയവർ പോലും പറഞ്ഞാൽ ഏൽക്കുന്നതാണ് സുവിശേഷം. യു നീഡ് ദ പവർ. ഇവിടെ നമ്മൾ ഓരോ റീസൺസാ പറയുന്നത്. അവിടെ അവരങ്ങനെയാ, അവരിങ്ങനെയാ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എനിക്കതിലൊന്നും ഒരു വിശ്വാസം, ഒരു കരഞ്ഞ വിശ്വാസം ഇല്ല. നമ്മൾ ഈ പറയുന്ന റീസൺസ് ഒന്നും ദൈവസന്നിധിയിൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അവർ വരാത്തതിന്റെ കാരണം ഇതാണ്, ഇവർ വരാത്തതിന്റെ കാരണം ഇത്. നോ. എടാ, പ്രസിഡന്റ് ഒബാമ ഓർഡർ ഇട്ടാൽ വരുമോ ഇവിടെ? പ്രസിഡന്റ് ഒബാമ ഒരു ഓർഡർ ഇട്ടാൽ ഇവിടെ വരുവാണ്, വരും. കാരണം വന്നാൽ തീരുള്ളൂ. പോലീസ് പിന്നെ സെക്യൂരിറ്റിയിൽ നിന്ന് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു കത്തിട്ടാൽ ഇവിടെ വരുമോ? വരും. കാരണം അതോറിറ്റിയാ പറഞ്ഞിരിക്കുന്ന വരണം. യു ഹാവ് ടു. ദൈവം പറഞ്ഞു സകല പവറും എനിക്ക് തന്നിരിക്കുകയാണ്, വന്നാൽ തീരുള്ളൂ. നീ എന്നൊരു വാക്കവനോട് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവനോട് സംസാരിക്കാൻ തുടങ്ങും. ആ വചനം നീ പറ. ആ രഥത്തിൽ കൂടെ പരിശുദ്ധാത്മാവനിൽ കയറും. വചനം കൂടെ നമ്മളിവിടെ പ്രാർത്ഥിച്ചു പോരാ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പേര് പറഞ്ഞ്, വ്യക്തികളുടെ പേര് പറഞ്ഞ്, ഇവിടെയുള്ള ഓരോ ആളുകളുടെ പേരും പറയണം. ജോൺ ഓസ്റ്റിൻ ഹൂസ്റ്റണില് സഭ തുടങ്ങിയതിനെ കുറിച്ചൊരു ചരിത്രമുണ്ട്. ഹ്യൂസ്റ്റണിലുള്ള സിറ്റിയിലെ ആളുകളെ മുഴുവൻ അദ്ദേഹം ആളുകളെ വിട്ട് 4 മാസം കൊണ്ട് സർവേ ചെയ്യിച്ചു. സർവേ ചെയ്യിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ചു. എന്താ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം? അത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നം. നിങ്ങളുടെ എന്നാ മകൻ്റെ പ്രശ്നം? മറ്റേന്താ രോഗം? ഇതെന്താ ജോലിയാണ്? ശരി, അതെല്ലാം എഴുതിയെടുത്തു. അപ്പോൾ അവരുടെ എല്ലാ പ്രശ്നവും ഹൂസ്റ്റണിൽ പഠിച്ചേച്ച് പുള്ളി ഒരു ദിവസം റേഡിയോയിൽ പ്രഖ്യാപനം ചെയ്തു, ഇത് ഈ വായിക്കുന്ന പ്രശ്നമുള്ളവർക്കെല്ലാം വേണ്ടി ഒരു സഭ തുടങ്ങുന്നത്. ജോണോസിന് സഭ തുടങ്ങിയിട്ട് അവിടെ ആദ്യത്തെ ദിവസം തന്നെ ഇരിക്കാനിടയില്ല. ഈ പറയുന്ന പ്രശ്നമുള്ളവർക്ക് വേണ്ടി ഒരു സഭ കൂടി. അതാ ജോണോസ്റ്റിന്റെ ചർച്ച്, മാർബിൾ ചർച്ച് ഞാൻ വായിച്ചതാ. അപ്പോൾ ഈ പറയുന്ന ന്യായങ്ങളൊന്നും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് പവർ ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ശക്തി ഇല്ലാത്തതാണ്. വൈ ചർച്ച് ഈസ് നോട്ട് ഗ്രോയിങ്? വൈ ചർച്ച് ഈസ് നോട്ട് മാർച്ചിങ്? നമ്മുടെ അറ്റൻഷൻ പോരാ.
നമ്മൾ എരിവ്, തീയ്, ആത്മാവിന് എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. എരിവ് എന്ന് പറഞ്ഞാൽ വലിയ ബേണിംഗ് ഡിസയർ എന്നാണ് ഇംഗ്ലീഷ്. ബേണിംഗ് ഡിസയർ, കത്തി ജ്വലിക്കുന്ന ആഗ്രഹങ്ങളുടെ മുകളിൽ മാത്രമേ പുക മേലോട്ട് പോവുള്ളൂ. പ്രാർത്ഥനയാണെങ്കിലും ചൂടുള്ള പ്രാർത്ഥന. ഈ പള്ളി നമ്മൾ കുന്തിരിക്ക ഇടുമ്പോൾ ഈ ധൂപക്കുറ്റിക്കകത്ത് തീയുടെ മുകളിലാണ് ഈ പട്ടക്കാരൻ കുന്തിരിക്ക ഇടുന്നത്. അപ്പൊ തീ ഇല്ലെങ്കിൽ കുന്തിരിക്കത്തിന്റെ പുക മുകളിലോട്ട് പോകില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമാണ്. അത് പോകണമെങ്കിൽ അടി തീ വേണം. ആഗ്രഹങ്ങളുടെ തീയുടെ ഡിസയറിന്റെ മുകളിൽ വേണം, ഈ പ്രാർത്ഥനയുടെ മുകളിൽ വേണം ഈ പ്രാർത്ഥനയാകുന്ന കുന്തിരിക്ക ഇടാൻ. അപ്പൊ അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ സ്വർഗത്തിൽ എത്തും. ആഗ്രഹം നടന്നേ തീരുള്ളൂ. ഈ അമേരിക്കയുടെ ചരിത്രം മുഴുവൻ വളരെ ബേണിംഗ് ഡിസയർ ഉള്ളവരുടെ രാജ്യമായി. നടന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ നടന്നേ തീരൂ. ആരെന്നാ പറഞ്ഞാലും ഒരു സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ പിടിച്ചു നിന്ന് വാദിച്ചവരാണ് കൊളംബസ് മുതൽ ഇങ്ങോട്ടുള്ളവരുടെ ചരിത്രം. സഭയുടെ സ്ഥാപനം അത് തന്നെയാണ്. ഇവിടെ സഭയുണ്ടാവും, ഇവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള വലിയ ദർശനത്തിന്റെയും തീയുടെയും നടുവിലുള്ള പ്രാർത്ഥന ദൈവം അന്നേരം അംഗീകരിക്കും. സ്വർഗത്തിലെ സർവത്തിന്റെയും സൃഷ്ടമായ ദൈവത്തിന്റെ പവറാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയുടെയോ ഒബാമയുടെയോ അല്ല നമ്മൾ ചോദിക്കുന്നത്. സകലത്തിന്റെയും സൃഷ്ടമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ പവറാണ് നമ്മൾ ചോദിച്ചത്. ആ പവറിലാണ് അവനെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ചക്രിയില്ല എന്നാ എങ്ങനെയാ? നീ ആരാ? നീ മനുഷ്യൻ. നീ എന്നോട് ചോദിര്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചോദിക്കുക. നമ്മൾക്ക് വേണ്ട ദർശനമില്ല, നമുക്ക് വേണ്ട ചൂടില്ല, നമ്മൾ അലസന്മാരും നമ്മൾ സുഖഭോഗികളുമാണ്. ഒരളവിൽ പറഞ്ഞാൽ സുഖത്തിന്റെ മെത്തയിൽ കിടക്കണം, കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. നോ 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 നോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, വലിയ സംഭവങ്ങൾ നമുക്കുണ്ടാകണമോ അതുപോലെ ഭ്രാന്തന്മാരായി നമ്മൾ തീരണം. വലിയ ചിന്തയും വലിയ തീയും നമ്മുടെ ഹൃദയത്തിൽ വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നതിലെ തീ കത്തുള്ളൂ. റോക്കറ്റ് മുകളിലോട്ട് പോകണതിൽ അടി തീ കത്തണം. റോക്കറ്റ് ഉണ്ടാക്കിയോണ്ട് തീ പോവും. റോക്കറ്റ് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, അടിയിലോട്ട് തീ കത്തിക്കണം. ഇന്ധനം ഭയങ്കര പവർഫുൾ ഇന്ധനം. അത് കൗണ്ട് ഡൗൺ ടൈമിൽ പറയും 0, അങ്ങോട്ട് തുടങ്ങും ഇല്ലേ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ഗോ എന്ന് പറയുമ്പോൾ ബൂം എന്നൊരു അടിയാ. അതിന്റെ പവർ എന്ന് പറയുന്നത് ഭയങ്കര. അന്നേരം ആ റോക്കറ്റ് പോണേ. നമുക്ക് അടി തീ വേണ്ടേ? ഞാൻ വടക്കൻ തിരുവിതാംകൂറിൽ വരുമ്പോൾ 5 വെറും ഉണങ്ങിയ സഭകളുണ്ട്. എന്നാൽ അവിടെ അന്ന് പ്രാർത്ഥിച്ചു ഇവിടെ 50 സഭയുണ്ടാകണമെന്ന്. 100 സഭയുണ്ട്. വിശ്വസിക്കൂ? ഞാനൊന്നും ചെയ്തതല്ല, പക്ഷെ ദൈവം വഴി തുറന്നു. സ്ഥലം തരാത്തവൻ എഴുതി തന്നു, ഈ 10 സെന്റ് ഞാൻ തരുന്നു. മറ്റവൻ പറഞ്ഞു ഞാൻ 10 സെന്റ് തരുന്നു. ഒരുത്തൻ പറഞ്ഞ ഒരുത്തൻ 3 ലക്ഷം രൂപ തരും. ഞാൻ പറഞ്ഞതല്ല, അവനെ കൊണ്ട് പറയിപ്പിക്കും ദൈവം. അപ്പൊ ഇന്ന് 100 സഭയുണ്ട്. ഞാനിത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സ്പെരിമെന്റഡ്. ചുമ്മാ പറയുന്നതല്ല. 100 സഭ നേര്യമംഗലം, പെരുമ്പാവൂർ, വാളകം, പിറവം, ഈ വടക്കൻ ഭാഗങ്ങളിലെല്ലാം, ആലുവ, എല്ലാം ഇത് വലിയ സഭകൾ ഒരുപാടുണ്ട്. കാരണം ഒരു തീ കയറണ്ടേ? പരിശുദ്ധാത്മാവിന്റെ തീ കയറണം. വിശ്വാസികളില്ല തീ കയറണം. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ ജോലിക്ക് അതൊക്കെ സംബന്ധിച്ച് അത് അങ്ങനെയാണ്, അത് ജോലി ചെയ്തു. പക്ഷെ വേല വളരെ ശക്തമായിരിക്കണം. അപ്പോൾ കുടുംബങ്ങൾ ചെതറിയവരെല്ലാം പോയി പറഞ്ഞു, അവിടെ വലിയ തീ അടിച്ച് ഓടിച്ചു. അവിടെ എല്ലാം തീ ഉണ്ടായി. സുവിശേഷീകരണ ശക്തി തരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19, 11, 12 ഒന്ന് വായിച്ച്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളത് ചോദിച്ചതിന്റെ ബാക്കിയാ. വായിച്ച്. പ്രവൃത്തി 19, 11, 12. അസാധാരണ വീര്യ പ്രവൃത്തികൾ ദൈവം ചെയ്തു. ഈ എഫെസസ് പട്ടണത്തിൽ 12 പേരുള്ള ഈ കൊച്ചു പട്ടണത്തിൽ വന്നേച്ചാ ചോദിച്ചത്. അസാധാരണ സംഗതികൾ ചെയ്യാൻ തുടങ്ങി. അത്ഭുതങ്ങൾ തുടങ്ങി. 100 കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. അതൊക്കെ പഠിച്ചവരെ കൊണ്ടൊന്നും പറ്റുകയല്ലോ, അവർക്ക് എതിർക്കാൻ ഒക്കുമോ? ഒത്തിരിയെ കൊണ്ടെടുത്ത് ഉടനെ സൗഖ്യം. ചത്ത് കിടക്കുന്നവർ എഴുതേക്കുന്നു. അയ്യോ ഭയങ്കര പ്രവൃത്തി. എഫെസസ് പട്ടണം ഇളകി. എടാ ഒരു കൂട്ടിന് വന്നിട്ടുണ്ട് ഇവിടെ ഇളക്കാൻ. വലിയ ബഹളം. അതായതിന്റെ കാര്യം. നീ ഇളക്കണ്ട,
പിന്നെ ഇന്റർനെറ്റിൽ കൂടെ വേണ്ട, മറ്റേതിൽ കൂടെ കൊണ്ട, ഫേസ്ബുക്കിൽ കൂടെ വേണ്ട, പെട്ടി കൂടെ വേണ്ട, ഇതൊന്നും വേണ്ട. ഒരെണ്ണം നടന്നേച്ചാ മതി, സംഗതി അങ്ങ് കിടക്കും. ആളൊക്കെ കൂട്ടമായിട്ട് വരും, ഇല്ലേ? കൂട്ടമായിട്ട് വരും. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ മനുഷ്യനിത് നോക്കിയിരിക്കുക എവിടെയെങ്കിലും ഒരു വിടുതൽ. അപ്പോൾ ചുമ്മാ പറഞ്ഞാൽ വിടുതലുണ്ടാവും. ആളുകൾ കൂട്ടത്തോടെ വരും, ആളുകൾ കൂട്ടത്തോടെ വരും. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്ന ഹോളി സ്പിരിറ്റിൻ്റെ പവറാണ്. ഹോളി സ്പിരിറ്റിൻ്റെ പവറിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാനുള്ളൂ. കർത്താവായ യേശുവിൽ ജനം വിശ്വസിച്ച അത്ഭുതം കൊണ്ടാണ്. മനുഷ്യൻ ഒരു അത്ഭുത ജീവി, അവന് അത്ഭുതം കണ്ടാൽ വിശ്വസിക്കും. ഇമോഷണൽ ക്രീച്ചറാണ് മനുഷ്യൻ. അത്ഭുതം കണ്ടാൽ അന്നേരം വിശ്വസിക്കും. ചുമ്മാ കെട്ടുകഥ പറഞ്ഞാൽ ഒന്ന്. നിങ്ങൾ നോക്കിക്കോ, പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നേരം പ്രസവിച്ച് ആളുകൾ ഉറങ്ങുമ്പോൾ ഒരു കഥ പറഞ്ഞ് പെട്ടെന്ന് ആളുകൾ വികാര ജീവിയാണ്. ഒരമ്മ ഒരു കൊച്ചു വെള്ളത്തിലോട്ട് പോയി, അന്നേരം അവൻ ഉണരും. കാരണം ഇമോഷണൽ ക്രീച്ചറാണ് നമ്മൾ. അപ്പൊ എന്തെങ്കിലും സംഭവിക്കാതെ മനുഷ്യൻ വിശ്വസിക്കുകയില്ല. അത് ദൈവം പറഞ്ഞു, അങ്ങനെ ദൈവം പറഞ്ഞല്ലോ, മോശ പറഞ്ഞല്ലോ, നീ എന്നെ അയച്ചെന്നുള്ളതിന് തെളിവെന്നാ പറ. എനിക്ക് അങ്ങനെ വാനൊക്കെ നീ പറയുന്ന പോലെ ഒന്നും നീ പറയും ഞാൻ അങ്ങനെയാ ഇങ്ങനെ 80 സാരയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോശ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ മോശയുടെ സൈഡാണ്. ചിലർ മോശയൊക്കെ മോശക്കാരനായിട്ടൊക്കെ പറയും. പക്ഷെ മോശ പറഞ്ഞ് ശരിയാ. ഇവിടെ അവൻ ഒന്നാമതൊരുത്തരം തല്ലി കൊന്നിച്ച് പോകുന്ന അവിടെ ഇട്ട് എന്നാൽ ഇവരെല്ലാം കൂടി എടുത്തിട്ട് അലക്കും. അവന് പേടിയുണ്ട്. നീ എന്നെ അയച്ചെന്നുള്ളത് തെളിവ് തരാൻ പറഞ്ഞു. വടി താഴെ എടുക്കാൻ പറഞ്ഞു. ദൈവം നമ്മളോട് ചോദിച്ചാൽ തരും. ഒക്കെ സൈൻ കൊടുത്തു, പോകാൻ പറഞ്ഞു. ഈ ഒറ്റ വടിയോടെ നീ പോകാൻ പറഞ്ഞു. ചെങ്കടലിന്റെ തീരത്തിയെന്നവ ജനമെല്ലാം കൂടെ ബഹളപ്പെടുത്തി. അയ്യോ എടാ നിന്റെ കയ്യിലിരിക്കുന്ന എന്താന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് തന്ന വടിയല്ലേ, ഇട് താഴെ. ആ വടിക്കകത്തുള്ളൂ ഒറ്റ വടി നിനക്ക് മതി. അപ്പൊ ദൈവം നമ്മളെ ശക്തീകരിക്കും, ഒരടയാളം തരും. നീ പോകാൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ആരും കൈയേറ്റം ചെയ്യല, പോലീസിനെ കൈയേറ്റം ചെയ്യലെന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. അതിൽ ദൈവത്തിന്റെ പവർ വിശ്വസിക്കണം. നീ അത്ഭുതം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഞാനിന്നും പ്രതീക്ഷിക്കുന്ന അതാണ്. 21-ാം നൂറ്റാണ്ടിൽ നടന്ന ഇന്ന് നടക്കുന്ന അന്നത്തെ ദൈവം അല്ലേ ഇന്നത്തെ ദൈവം. അതെ, അന്ന് എഴുതിയ ബൈബിളല്ലേ, അതിന്റെ അതല്ലേ ഇത്. അതെ, അതേ അപ്പോസ്തല ഉപദേശമല്ലേ ഇത്. അതെ, അത് നടന്നേ തീരുള്ളൂ. അതിന്റെ ഒരു അടിസ്ഥാന വിഷയം ഒന്ന്, we must believe that the power of the Holy Spirit. There is power. പവർ ആണ് ഡുനാമി. ഡുനാമീസ് എന്നുള്ള അർത്ഥമാണ് ശക്തി. ഡുനാമീസ്, ഡുനാമി, ഡൈനാമിറ്റ്. ഡൈനാമിറ്റ് സ്ഫോടന വസ്തുവാണ്. ഡുനാമീസ് പവറാണ്. അപ്പൊ പവർ എനിക്കുണ്ടെന്ന് എനിക്കങ്ങ് വിശ്വാസമുണ്ട്. ഐ ഹാവ് പവർ. ആ പവർ എന്നിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പഠിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. See, I have power and I can do all things through Christ who strengthens me. എന്നെ വിശക്തനാക്കുന്നതിന് മാത്രമേ ഞാൻ മതിയാകുന്നു. God is able to do exceedingly abundantly. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി എന്നെ നടത്തുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പൊ ആ വിശ്വാസം ഡെവലപ്പ് നിനക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ദൈവം എന്നെ എടുക്കാനാ. നമ്മുടെ പ്രാർത്ഥനയിൽ ദരിദ്രവാസികളായി ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടക്കുന്നു. എന്റെ ദൈവമേ, പാവങ്ങളാണ്, ശക്തിയില് കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണേ കർത്താവ്. എടാ, ഈ പ്രാർത്ഥനയൊക്കെ എടുത്ത് തൂറക്കളേണ്ട കാലം കഴിഞ്ഞു. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന ഞാൻ ദൈവമേ നിന്റെ മകനാണ്, എന്നിൽ പവറുണ്ട്, എനിക്ക് നീ ശക്തി തന്നിരിക്കുകയാണ്, എന്നെ ബലപ്പെടുത്തിയിരിക്കുകയാണ്, സ്തോത്രം ചെയ്യണം. അതിന് പകരം പറയുന്നത് എല്ലാം ഉൾട്ടായ നെഗറ്റീവ് വേർഡ്സാണ്. എനിക്ക് ശക്തിയില്ല കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടത്തി ഇനി ഒന്നുകൂടെ പാവപ്പെട്ട ഞങ്ങളോട് കാരണം എന്നാണ്. കുറെ ദരിദ്രവാസികൾ, ഒരു ദരിദ്രവാസി ദൈവത്തോട്, ശക്തിയില്ലാത്ത ദൈവത്തോട് പ്രസംഗിക്കുക. കുറെ ദരിദ്രവാസികൾ വന്ന്, ഇതാണോ പ്രാർത്ഥന ആരാധന? സ്വോത്രം പറയണ്ടേ? നടത്തിയതിന് സ്വോത്രം, ശക്തനാക്കിയതിന് സ്വോത്രം, ബലപ്പെടുത്തിയതിന് സ്വോത്രം, സൗഖ്യം തന്നതിന് സ്വോത്രം. 1000 സ്വോത്രം പറ. ഇവൻ എഴുന്നേറ്റ് പറയുന്നത് കേട്ട അടുത്തിരിക്കുന്ന കൂടെ ചത്തേച്ചയാവും. അവന്റെ സാക്ഷ്യം കേട്ട് ഒരു സാക്ഷി എന്ത് ചെയ്യുന്നു? ഉണർത്തുന്നാ പറയുന്നത്. ഇവൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞാൽ ആ സഭയാകും. കാരണം അവന്റെ ഗതികേടും അഹങ്കാര വാക്കുകളും ദൈവത്തിന് മഹത്വം ഇല്ലാത്ത കാര്യങ്ങളും. ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാനാ, അല്ലേ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നിരിക്കുന്നിടത്ത് പറയുന്നത് എന്നതാ? കഴിഞ്ഞ ആഴ്ച ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. നിന്റെ ബുദ്ധിമുട്ട് പറയാനില്ല ഇവിടെ. ബുദ്ധിമുട്ട് തീർത്തെന്ന് നീ പറ. ബുദ്ധിമുട്ട് തീർത്തെന്ന് പറ. ജോലി കിട്ടിയെന്ന് പറ. നിനക്ക് എല്ലാ കാര്യങ്ങളും
ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതമാണ്. എനിക്കിപ്പോൾ 80 വയസ്സായി. എൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതമാണ്. പ്രാർത്ഥന എനിക്ക് വിശ്വാസമുണ്ട്. പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തുമെന്ന് എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം അനുവദിക്കുമെന്നും എനിക്കറിയാം. നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചായിരുന്ന കാലത്ത് 20 വയസ്സുള്ളപ്പോൾ ഞാൻ അമേരിക്കയിൽ ഈ കപ്പലേ വന്നതാണ്. അത് ജോലിയോടുള്ള ബന്ധത്തിൽ. നമ്മുടെ നാട്ടിൽ അമേരിക്ക അന്നത്തെ 50-60 കൊല്ലം മുമ്പുള്ള 1954 ഇവിടെ വരുമ്പോൾ 60 കൊല്ലം മുമ്പാണ്. 60 കൊല്ലം മുമ്പുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ എന്താണ്? ഇത് കണ്ട് അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞ അന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇവിടെ എങ്ങാനൊന്ന് വരാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഞാൻ വിശ്വാസിയൊന്നുമല്ല. എന്നാൽ ഞാൻ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു. ഇതെല്ലാം കാണാനും കേൾക്കാനും മക്കൾ ഇവിടെ വരാനും എല്ലാം ഇടയായി. പ്രാർത്ഥനയിൽ നമ്മൾ നന്ദി സ്തോത്രവും സന്തോഷമുള്ളവരായി സ്തോത്രം ചെയ്യണം. വളരെ യാഗം കഴിക്കണം. പണ്ടൊരു ആഫ്രിക്കക്കാരൻ്റെ കഥ ഒരാൾ പറഞ്ഞു. ഒരു വല്യപ്പൻ ആഫ്രിക്കക്കാരുടെ ചർച്ചിൽ അയാൾ എഴുന്നേറ്റ് എപ്പോഴും സ്തോത്രം പറയും. വലിയ ബഹളമായി. ഇയാളെ ഈ സ്തോത്രംകാരനെ ആളുകൾക്ക് ആരാധിക്കാൻ മേലാതെയായി. ഇപ്പൊ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ പാസ്റ്റർ എന്ന് പറഞ്ഞു, പാസ്റ്ററായത് ബ്രദറെ അത് അങ്ങനെ ഒച്ച വെച്ച് സ്തോത്രം പറയണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞു. ഉള്ളോടിനെ പറഞ്ഞു അല്ലേന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ ഇത് തന്നെ പറഞ്ഞു. അവസാനം കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ ചെന്നൊന്ന് പറയാം, ഇങ്ങനെ ഈ സഭയിൽ കിടന്നുകൊണ്ട് അല്ലേലിയ പറയരുത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കമ്മിറ്റി കൂടി ഒരു വണ്ടി പിടിച്ച് നമ്മുടെ മൂപ്പൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുക കഴുത വെച്ചോണ്ട്. അല്ലേന്നൊക്കെ പുള്ളി ദൂരെ കണ്ടപ്പോഴേ ഇവരെ കണ്ടപ്പോൾ വിളിച്ചു. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞാൽ അത് ഈ സഭയ്ക്കകത്ത് ഈ കിടന്ന് ഇങ്ങനെ വലിയ ബഹളത്തിൽ സ്തോത്രം പറയണ്ട, അത് പറയാനാണ് വന്നെന്ന് തോന്നുന്നു. അതിനാണോ വന്നത്? ബ്രദറെ ഞാൻ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? ഞാൻ കള്ളുകൂടിയിലായിരുന്നു, ഇപ്പോൾ ഞാൻ കള്ളുകൂടിയതല്ല, എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? എനിക്ക് തുണിയില്ലായിരുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? ഭാര്യയെ തല്ലുമായിരുന്നു, ഇപ്പൊ തല്ലിയല്ലേ, എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു, കഴുതെ പിടിച്ചോ, ഞാനൊന്ന് സ്തോത്രം പറയണമെന്ന്. സ്തോത്രം പറയാതിരിക്കാൻ ഒക്കുവോ? നിനക്കൊന്നുമില്ലല്ലോ പറയാൻ വന്ന, മൗനമാണല്ലോ. ദൈവത്തിന് സ്തോത്രം പറയണം. സാത്താന്യ ശക്തി രോഗികളുടെ മേൽ സൗഖ്യം. സാത്താന്യ ശക്തികളുടെ മേൽ 12 മുതൽ 15 വരെ വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ 19:12 മുതൽ സ്കേവായുടെ മക്കളുടെ മേൽ ഭൂതം ചാടുകയായിരുന്നു. അവന്റെ മേൽ റൂമാലും മുദ്രയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായി ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം അവര് നോക്കിയപ്പോ യേശുവിന്റെ പവർ നല്ല ശക്തിയാ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് പറഞ്ഞ ഈ 2 മന്ത്രവാദികൾ പറഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ എല്ലാവരെയും കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും വലിയ ബഹളമായി എഫെസോസിൽ പാർക്കുന്ന സകലർക്കും അറിയാനൊരു കാരണമായി ഇത്. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റു പറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുന്ന ചുട്ടുകളഞ്ഞു. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടോടുന്നു. അപ്പോൾ തന്നെ മന്ത്രവാദികൾ പുസ്തകം കത്തിക്കുന്നു. ആസിയയിലെ യഹൂദന്മാർ അറിഞ്ഞു. പൗലോസിന്റെ ബൈബിൾ ക്ലാസ് അങ്ങോട്ട് ശക്തിപ്പെട്ടു. എഫെസസ് തകർന്നു. ഇതാ വേലയുടെ മെത്തഡ്. 17 മില്യൺ ഹോമോസെക്സ്വലുകൾ അമേരിക്കയിലുണ്ട്. 20 മില്യൺ ആൽക്കഹോളിസ്റ്റ് ഉണ്ട്. 40 മില്യൺ മദ്യപാനികളുണ്ട്. ഇത് ഫോണോഗ്രാഫി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇവരെയൊക്കെ ആര് രക്ഷപ്പെടുത്തും? എങ്ങനെ രക്ഷപ്പെടുത്തും? ആര് പോയി നമ്മൾ ഇത്രയും മില്യൺ ഇന്ത്യയിലുള്ള 100 കോടി ആര് രക്ഷയിലേക്ക് കൊണ്ടുവരും? നമ്മളെ കൊണ്ടേ. അതിനാണ് നിന്നെ വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ നീ ചോദിക്കരുത്. But the Holy Spirit can do. ദൈവം കൃപയാൽ ഇവിടെ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം. ഇവിടുത്തെ ആയിരക്കണക്കിനുള്ള കൂടിയവர்களுക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഇന്ന് ഭക്തന്മാർ ധാരാളം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ എങ്ങനെ രക്ഷിക്കും? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ആര് കൊടുക്കും? ബ്രാൻഡൻ പട്ടണത്തിൽ അനേകരുണ്ട്, അവരെ ആരും വിടിയിക്കും. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ കത്തിക്കേണ്ടതെല്ലാം കത്തിക്കാനൊക്കെ സാധിക്കും. ഞാൻ പറഞ്ഞ there is something lacking, some power lacking in us. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. So let us ask the Lord. കർത്താവിനോട് നമ്മൾ ചോദിക്കേണ്ട ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് തന്നെ ഒന്ന് വിധേയനാക്കണം. മതി. വലിയ വലിയ നേതാക്കന്മാർ, കർത്താവിന് വേല ചെയ്തവരെല്ലാം പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തിൽ ഈ അമേരിക്കയിലും ലോകം മുഴുവൻ വേല ചെയ്യും. നമ്മളെ ഉപയോഗിക്കാൻ മലയാളക്കരയിൽ നമ്മൾ വന്ന് ധരിക്കേണ്ട, നമ്മുടെ ഭാഷ വേറെയാൻ ധരിക്കേണ്ട. ഇവിടെ ജനങ്ങൾ ധാരാളമായി കൂടി വരും. നമ്മുടെ ദർശനം ഈ സഭയിൽ വലിയ സഭയാകണം. ഇവിടെ ഒരു വലിയ ആരാധന നടക്കണം. ഇവിടെ രോഗികൾ സൗഖ്യമാകണം. അതിന് നീ വിശ്വസിക്കണം. പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഡെഫിനറ്റായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.